പുനരുപയോഗ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്ന ആശയമുയർത്തി ലവ് പ്ലാസ്റ്റിക് അധ്യാപക ശില്പശാല. മാതൃഭൂമിയും ഓർക്ല ഈസ്റ്റേണും സംയുക്തമായാണ് ലവ് പ്ലാസ്റ്റിക് 2.0 അധ്യാപക ശില്പശാല തിരുവനന്തപുരം ട്രിവാൻഡ്രം കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിച്ചത്. ജൈവ അജൈവ മാലിന്യം തരംതിരിച്ച് സൂക്ഷിക്കുന്ന ശീലം സ്കൂളിൽ നിന്ന് തുടങ്ങണം. എങ്കിൽ മാത്രമേ പ്ലാസ്റ്റിക്കിനെ വിപത്താകാതെ കൈകാര്യം ചെയ്യാനാകൂ. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വലിയ സാധനമാണ്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് വായിക്കാൻ സാധിച്ചു. ബിക്കോസ് ലോകത്തിലുള്ള എല്ലാ റിസർച്ച് പേപ്പേഴ്സും നമുക്ക് ലഭ്യമാവുന്നു. അവസാനം ഐ ടേൺഡ് ഇൻടു ആൻ എൻവയറൺമെന്റൽ ആക്ടിവിസ്റ്റ്. പ്ലാസ്റ്റിക് ഉപയോഗവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് അധ്യാപകർക്ക് മാത്രമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എന്തായാലും വരും. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനെ പക്ഷെ എങ്ങനെ പരമാവധി കുറയ്ക്കാൻ വേണ്ടി പറ്റും, എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ അതിനെ ഉത്തരവാദിത്തപരമായ റീസൈക്ലിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഈ രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് ലവ് പ്ലാസ്റ്റിക് എന്നുള്ള പദ്ധതിയോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഒന്നിച്ചുള്ള ഇടപെടൽ പ്രധാനമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. ലോ ഡെൻസിറ്റി, ഹൈ ഡെൻസിറ്റി, ലോ മൈക്രോൺ, ഹൈ മൈക്രോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുപ്പികൾ വേറെ രൂപത്തിൽ പലതരം പ്ലാസ്റ്റിക്കുകൾ ചേർന്നുള്ള പുതിയ പ്ലാസ്റ്റിക് മിശ്രിതങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തരംതിരിക്കുക അത്ര എളുപ്പമല്ല. തരംതിരിച്ച് നമ്മൾ അവിടെ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് വേർതിരിച്ച് പുനരുപയോഗിക്കുന്നതിനുള്ള മാതൃഭൂമി ഈസ്റ്റേൺ ലവ് പ്ലാസ്റ്റിക് പദ്ധതിയുടെ ഭാഗമായി അധ്യാപകർക്കായുള്ള ജില്ലാതല ശില്പശാല കെ വാസുകി IAS നിർവഹിച്ചു. മികച്ച പ്ലാസ്റ്റിക് പുനരുപയോഗ മാതൃകകൾ കാഴ്ചവെച്ച സ്കൂളുകൾക്കുള്ള പുരസ്കാരവും ശില്പശാലയിൽ വിതരണം ചെയ്തു. മാതൃഭൂമി ന്യൂസ്